കൂട്ടുകാരെ, ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ പൊന്നാര മീനും കൊഴിയാളയാണ്. പൊന്നാര നമുക്ക് എല്ലാവർക്കും അറിയാം. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പുള്ളിയെ തോൽപ്പിക്കാനൊന്നും ആരുമില്ല എന്ന് പറഞ്ഞ് ഏറ്റവും ടേസ്റ്റുള്ള മീൻ അതൊന്നും തർക്കിക്കുകയല്ല. നമ്മൾ കഴിക്കുന്നതിൽ മുൻപന്തി നിൽക്കുന്നൊരു മീനാണ് പൊന്നാരം. പൊന്നാരം എന്ന് പറയുന്നത് തന്നെ അത്രയ്ക്കും പൊന്നാര ആ മീനോടുള്ളതുകൊണ്ടാണ്. അതായത് സള്ളാസ് ആണ്. നമ്മുടെ സവാളയും പച്ചമുളകും അരിഞ്ഞിട്ട് അതിനകത്ത് നല്ല കട്ട തൈരോടെ മിക്സ് ചെയ്ത്, കാരണം ബോട്ടിലെ പണിയെന്ന് പറയുമ്പോൾ നല്ല വെയിലും ഈ കറിക്കാണെങ്കിൽ ഒടുക്കത്തെ എരിയുമാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും സൈഡിൽ ചെന്നാലേ നമ്മുടെ കുടലിന് ഒരു ആശ്വാസമാകത്തുള്ളൂ. ആശ്വാസം മാത്രമല്ല, കുടലിന് എന്തെങ്കിലും ഒരു സേഫ്റ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് കണക്കുള്ള എന്തെങ്കിലുമൊക്കെ കൂടെ കഴിക്കണം, തൈരോ അല്ലെങ്കിൽ പഴമോ. കാരണം എരിയുടെ കാര്യത്തിൽ ആർക്കും ഒരു കോംപ്രമൈസ് ഇല്ല. ബോട്ടിലെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നാം തരം ഷെഫുകളാണ്. എല്ലാവരും കറി വയ്ക്കാൻ പുറകോട്ടല്ല. അതേ ആൾക്ക് 3 പീസ് വെച്ച് ഇപ്പോൾ വിളമ്പിക്കൊണ്ടിരിക്കുക. എല്ലാവരും തൊട്ടടുത്ത് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. ആദ്യത്തേത് വേണ്ടത് സ്രാങ്കിനുള്ളത് വിളമ്പി അടിക്കുകയാണ്. ഫസ്റ്റ് സ്രാങ്കിന് നമ്മൾ കൊടുക്കുക. പുള്ളിയുടെ മനസ്സും വേറെന്ന് പറഞ്ഞാൽ ബോട്ടിലുള്ള വലയിൽ ചരക്ക് കിട്ടത്തുള്ളൂ എന്നൊക്കെയാണ് തമാശയ്ക്കാലെ ആളുകൾ പറയുന്നത്. അപ്പോൾ അതല്ല, പുള്ളിക്കാരൻ അമരത്തോടുള്ള കാര്യങ്ങൾക്ക് വരുത്തില്ല. അപ്പം പണിക്കാരാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് വീലോസിനകത്തുള്ള കാര്യങ്ങൾ പുള്ളി ചെയ്യത്തുള്ളൂ. അതുപോലെ അവിടെ നിന്ന് പുള്ളിക്ക് മാറാനും പറ്റില്ല. അതൊക്കെ കൊണ്ടാണ് ആദ്യമേ തന്നെ പുള്ളിക്കാരന് കൊടുക്കുന്നത്, അതായത് സ്രാങ്കിന് കൊടുക്കുന്നത്. ആളും ഇത് എല്ലാവർക്കും നല്ല കുറുകി വെച്ചേക്കാണ്, തൈര് നീട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അരക്കരണ്ടി ഇതാണ് കോരി വിളമ്പുന്നത്. അത് തന്നെ മതി, ഇച്ചിരി തൊട്ട് തിന്നാൽ മതി. കാരണം കറിയുടെ അരപ്പ് കുഴച്ചാണ് നമ്മൾ സാധാരണ ചോറ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നാവിനൊരു സേഫ്റ്റിക്ക് ഇത്തിരി സള്ളാസ്. ഞങ്ങളുടെ ഡ്രൈവർ ഉടുപ്പില്ലാതിരിക്കുകയാണ്, ആൾ നല്ല ചൂട്. എല്ലാവരും വെയിറ്റ് ലിസ്റ്റുണ്ട്. ഓരോരുത്തർ പയ്യെ ഫുഡ് എടുക്കാൻ പോയാൽ. ഇപ്പോൾ ബോട്ട് കിടക്കുന്നത് നമ്മുടെ താഴമ്പള്ളി പാലത്തിനടുത്താണ്, അതായത് മുതലപ്പുഴി അഴിക്കകത്താണ്. കാരണം ഞങ്ങൾ നൈറ്റ് പണി ചെയ്തിട്ട് പകൽ കരയ്ക്ക് വന്ന് ആങ്കർ ഇടുന്നതുകൊണ്ട് ബോട്ടിപ്പം കരയിലാണ്. ഇന്ന് കടലിലല്ല ആങ്കറിങ്. എല്ലാവരും ഓരോരുത്തരുന്ന് കഴിക്കും. പിന്നെ രുചിയുടെ കാര്യം എടുത്തു പറയേണ്ട കാര്യമില്ല, കാരണം അതൊരു ഒന്നൊന്നര ഐറ്റമാണ്. പൊന്നാര മീൻകറി എന്ന് പറയുമ്പോൾ പിന്നെ പറയുക വേണ്ട. പോരാത്തതിന് ഞങ്ങളുടെ കറി വെച്ച ഞങ്ങളുടെ എമ്മാനുവൽ ചേട്ടൻ തേങ്ങാപ്പാലെല്ലാം പിഴിഞ്ഞൊഴിച്ചൊക്കെയാണ് വെച്ചത്. പക്ഷേ സമയത്ത് അത് എടുക്കാൻ പറ്റിയില്ല, ഞാനങ്ങ് ഉറങ്ങിപ്പോയി. എന്തായാലും ഒരു രക്ഷയില്ല, അടിപൊളി തന്നെ. കാരണം എനിക്കിത് പറയാൻ പറ്റില്ല, ഞാനാണ് ഫോൺ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് എനിക്ക്